Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ ലാസ്റ്റ് ക്ലാസ്സിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ നമ്മൾ റിവൈസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. സോ ഇന്നും ഞാൻ റിവിഷൻ തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ ടീച്ചറിന്റെ ടോപ്പിക് കുറച്ച് ടീച്ചർ എടുക്കുന്ന ആ ടോപ്പിക്കിന്റെ കുറച്ച് പാർട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് ഇൻഫോം ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ടീച്ചറിന്റെ ചാപ്റ്ററില് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനിലെ കുറച്ച് പാർട്ട് മാത്രം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് അത് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കില്ലേ. ഓക്കെ, പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും വരണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സെലക്ഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. സെലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, സെലക്ഷൻ ഏത് ടൈപ്പ് ഓഫ് പ്രോസസ് ആണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പ്രോസസ്? നെഗറ്റീവ് ആണ്. റൈറ്റ് കാൻഡിഡേറ്റിനെ റൈറ്റ് പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുക എന്നതാണ് സെലക്ഷന്റെ ഡ്യൂട്ടി അല്ലെ. റൈറ്റ് കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. അതാണ് എന്ത് സെലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവരുടെ സ്കിൽസും നോളജും അനുസരിച്ച് ആ ഒരു ജോബിലേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ആപ്ലിക്കൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ഷനെ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. സോ സെലക്ഷൻ നമ്മൾ പറയുമ്പോൾ ഒരു എന്താണ് നെഗറ്റീവ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സെലക്ടിങ് ദ റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദ ആപ്ലിക്കന്റ് ആൻഡ് റിജക്ട് ദ റെസ്റ്റ്. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡെഫിനിഷൻസ് ഓരോന്ന് നോക്കുക. ഫസ്റ്റ് പറയുന്ന സ്റ്റെപ്സ് ഫ്രം ഇനിഷ്യൽ ആപ്ലിക്കേഷൻ സ്ക്രീനിങ് മുതൽ ഫൈനൽ ഹയറിംഗ് വരെയുള്ള ന്യൂ എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന വരെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഹയർ ഓർ നോൺ ഹയർ ഡിസിഷൻ, നമുക്ക് ആ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ്. ജോബ് ആപ്ലിക്കൻസ് ടു എൻഷുർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ഹയർഡ്. നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആണ് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇത് സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മള് ആ ഒരു നമ്മള് സെലക്ഷന്റെ ബേസിൽ നമ്മള് എംപ്ലോയീസിനെ സെലക്ഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് കാൻഡിഡേറ്റ്സ് ആർ ഫോർ എംപ്ലോയ്മെന്റ് ആർ ഡിവൈഡഡ് ഇൻടു ടു ക്ലാസ്സസ്. രണ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. ആരെല്ലാം നമ്മൾ ജോബ് ഓഫർ ചെയ്യുന്നു, ആരെല്ലാം നമ്മൾ റിജക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ രണ്ട് ക്ലാസ് ആയിട്ട് അവരെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സെലക്ഷൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബ് ആണ് സെലക്ഷൻ. അതിന്റെ ഡെഫിനിഷൻസ് നോക്കാം. ഡെഫിനിഷൻസിന്റെ നെയിം ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ് പറയുന്നത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ആ ജോബിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. വെരിഫൈ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റീസ്, നമ്മൾ ആപ്ലിക്കൻസിന്റെ കേപ്പബിലിറ്റീസ് വെരിഫൈ ചെയ്യാം. ജോബ് റിക്രൂട്ട്മെന്റ് അനുസരിച്ച് അവരെ മാച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ്. റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യുക. ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യാൻ. നമുക്കറിയാം സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ. അപ്പം നമ്മള് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എല്ലാം സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും ചെലവ് വരും. കാരണം നമ്മൾ വീണ്ടും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. സോ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷനിൽ വരുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞത് സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് ആ പൊസിഷനിൽ വേണ്ട ഒരു കാൻഡിഡേറ്റ്സിനെ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യണം. അൺഫിറ്റ് ആയിട്ടുള്ള
കാൻഡിഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വരും, റിജക്ട് ചെയ്യേണ്ടത് വരും. ഇനി ആപ്ലിക്കന്റ് കേപ്പബിലിറ്റീസ് വെരിഫൈ ചെയ്യുക. ആ വ്യക്തിയുടെ ജോബ് റിക്വയർമെന്റ്സ് നമ്മൾ അദ്ദേഹത്തിന്റെ മാച്ച് ആണോ വെരിഫൈ ചെയ്യണം. അദ്ദേഹത്തിന് ഈ ജോബ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ആണോ എന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക. ദെൻ നമ്മൾ പ്ലേസ് ആണ് ചെയ്യുന്നത്, റൈറ്റ് കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക. നമ്മള് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, പ്ലേസ് ചെയ്തു. ഇനി അവർ ചെയ്യുന്ന വർക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നമുക്ക് ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവും. അവരത് കറക്റ്റ് ആയിട്ടുള്ള വർക്കാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. അവര് കറക്റ്റ് നമ്മള് വിചാരിച്ച പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പ് ചെയ്യും, കമ്പയർ ചെയ്യും. അവരുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ സെലക്ഷൻ എങ്ങനെയാണ്, കറക്റ്റ് ആണ്. നമുക്കറിയാം കമ്പാരിസൺ ബിറ്റ്വീൻ റൈറ്റ് കാൻഡിഡേറ്റ്സ് ആൻഡ് ജോബ് റിക്വയർമെന്റ് ഈസ് വെരി ക്രൂഷ്യൽ. ശരിക്കും അതെ, നമ്മളുടെ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് ജോബ് ചെയ്താലാണ് നമുക്ക് എഫക്റ്റീവ് ആവുന്നത്, നമ്മുടെ സെലക്ഷൻ തന്നെ കറക്റ്റ് ആവുന്നത്. സോ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് സേവ് പോസ്റ്റ്, നമുക്ക് ചിലവ് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റോങ് ആയിട്ടുള്ള പേഴ്സണെ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ മണി അതേപോലെ തന്നെ ടൈമും വീണ്ടും നമുക്ക് വീണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് വേണം അപ്പോയിന്റ് ചെയ്യാനായിട്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമ്മൾ സെലക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സ്പീഡായി പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ റിലാക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്, പെട്ടെന്ന് സ്പീഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ്സ് നോക്കി. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ആണ്. സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്, ഇന്റേണൽ ഫാക്ടർ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടർ. ഇന്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് നമ്മുടെ ഓർഗനൈസേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ സൈസ്, types of the organization, nature of social pressure, and candidates growth, candidates availability, and speed of decision making. ഇതെല്ലാം ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഏത്, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ്, നമ്മുടെ ലേബർ മാർക്കറ്റിന്റെ നേച്ചർ എങ്ങനെയാണ്, ട്രേഡ് യൂണിയൻസിന്റെ ഇന്റർഫിയറൻസ് എങ്ങനെയാണ്, ഗവൺമെന്റ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷന് ബിയോണ്ട് ദ കൺട്രോൾ ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെലക്ഷൻ ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് സെലക്ഷൻ ഡിസിഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇന്റേണൽ ഫാക്ടറിൽ ഞാൻ പറഞ്ഞു, ഓർഗനൈസേഷന്റെ സൈസ് കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും, കുറച്ചും കൂടി കുറച്ചും ഫോർമൽ ആയിരിക്കും. ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ആയിരിക്കും സെലക്ഷനുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ മോർ ഇൻഫോർമൽ ആയിട്ടായിരിക്കും സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ വർക്കിംഗ് സ്ട്രക്ചർ അനുസരിച്ച് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then നമ്മൾ പറഞ്ഞ nature of social pressure as well as the selection of human resources generally greatly influenced by legislation, executive orders, court decision ന്റെ ബേസിൽ നമുക്ക് സോഷ്യൽ പ്രഷേഴ്സ് വരാറുണ്ട്. നമ്മളിപ്പോ ആ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, സെലക്ഷൻ പ്രോസസ്സിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമാണ് സെലക്ഷൻ ഡിസിഷന്റെ സ്പീഡ്. അപ്പൊ നമ്മൾ ലീഗൽ പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കറക്റ്റ് ടൈമിൽ തന്നെ സെലക്ട് ചെയ്യുക. ഈ ലീഗൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PSC ഒക്കെ സമയത്ത് കോർട്ടിന് ഇന്റർവെൻഷൻ വരാറുണ്ട്. സെലക്ഷൻ കണ്ടക്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഒരു കോർട്ടിന് ഇന്റർവെൻഷനും സർക്കുലർ ഒക്കെ വരാറുണ്ട്, ഓർഡർ ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആവുമ്പോഴാണ് കോർട്ട് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇന്റർഫിയർ ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം, ലേബർ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ലേബേഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സെലക്ഷൻ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
നമുക്ക് ഒരുപാട് വർക്കേഴ്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫ്യൂ നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ളൂ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉള്ളെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല എന്ത് സെലക്ഷൻ ഡിസിഷൻ. ഇനി ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ അവർ ഡിമാൻഡ് ചെയ്യും ഇന്ന കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താൽ മതി, റെക്കമെൻഡേഷനും കാര്യങ്ങളും വരും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഗവൺമെന്റിന്റേതായ റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് പ്രിസർവേഷനും ഗവൺമെന്റിന്റേതായ റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ അതിൽ നിന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമുക്ക് ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുമ്പോൾ 4 ടൈപ്സ് ഓഫ് ഡിസിഷൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് എറർ ആൻഡ് ഫോൾസ് നെഗറ്റീവ് എറർ ആണ് വരുന്നത് കേട്ടോ. ഞാൻ ടെസ്റ്റ് ഇടാം. നമ്മള് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയാം. സെലക്ഷൻ ഡിസിഷൻ ഔട്ട്കമിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഫോൾസ് നെഗറ്റീവ്, അതേപോലെ തന്നെ ട്രൂ നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. ഇത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് 2 രീതിയിലാണ്. വെച്ചാൽ ഈ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറയുന്നത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്, നമ്മളുടെ എംപ്ലോയിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നും ഒന്ന് ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്. ഇപ്പം എംപ്ലോയിയുടെ കേസ് പറയുകയാണെങ്കിൽ ഫോൾസ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. എംപ്ലോയി ആ ഒരു ജോബിന് എന്താണ്, സക്സസ് ആണ്, എംപ്ലോയി ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ഓക്കെ ആണ്. എംപ്ലോയി എന്താണ് ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ഓക്കെ ആണ്. ബട്ട് എന്താണ് എംപ്ലോയിക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ, എംപ്ലോയിക്ക് ആ ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓർഗനൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എംപ്ലോയിക്ക് ആ ജോബ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ബട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. എന്താണ് സക്സസ് അത് പറയുന്ന എംപ്ലോയിയുടെ കേസിലാണ്. ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് ഇങ്ങനെയാണ്, നമ്മുടെ ജോബ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് എന്തില്ല, താല്പര്യമില്ല. സോ അത് ഫെയിലിയർ പ്രെഡിക്റ്റഡ് ആണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താലും നമുക്ക് മേ ബി അത് ഫെയിലിയർ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് ഇങ്ങനെയാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്, ആ പറഞ്ഞ ക്വാളിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ അതൊരു ട്രൂ പോസിറ്റീവ് ഡിസിഷൻ ആണ്. നമുക്ക് സക്സസ് ആയിരിക്കും, ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് സക്സസ് ആയിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. ഇനി ഫെയിലിയറിന്റെ കേസിലാണെങ്കിൽ എംപ്ലോയിക്ക് നല്ല താല്പര്യമുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ ക്വാളിഫിക്കേഷൻ ഇല്ല. എംപ്ലോയിക്ക് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് ക്വാളിഫിക്കേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ അതൊരു എന്താണ് ഫെയിലിയർ പ്രെഡിക്റ്റഡ് ഡിസിഷൻ ആവാൻ. കാരണം ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് എന്തില്ല, താല്പര്യമില്ല. പക്ഷെ അതേ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ്, ആ ഒരു നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്. കാരണം സക്സസ് ആയിരിക്കും. കാരണം അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് നമ്മുടെ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. അതൊരു സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം ആണ്. നമുക്ക് 4 രീതിയിൽ സെലക്ഷൻ ഡിസിഷൻ കണ്ടക്ട് ചെയ്യാം. അത് ഓരോ എംപ്ലോയീസിന്റെയും ഓർഗനൈസേഷന്റെയും പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, എക്സാം വൈസ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്, സെലക്ഷൻ പ്രൊസീജിയർ. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ്. മെയിൻ ആയിട്ട് നമുക്ക് 6 സ്റ്റെപ്സ് ആണ് സെലക്ഷൻ പ്രൊസീജിയറിൽ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസുകൾ എന്ത് ചെയ്യും, ഫ്രെയിം ചെയ്യും. ആപ്ലിക്കേഷൻ ഫോമുകൾ വെരിഫൈ ചെയ്യും, അത് ചെക്ക് ചെയ്യുന്നു, അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ദെൻ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു.
സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ജോബ് നോളജ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതേപോലെ ഒത്തിരി ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ സെലക്ഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് സെലക്ഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ചെറിയ പോസ്റ്റുകളിലേക്ക്, ചെറിയ ജോബുകളിലേക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും ഇല്ലേ? മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആയിട്ടുള്ള ജോബുകളുണ്ട്. നമുക്കറിയാം ഫോഴ്സുകളിലൊക്കെ ഉള്ള ജോബൊക്കെ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അതിൽ ഡ്രഗ്സ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. നമ്മൾ റെഫറൻസ് ചെക്ക് ചെയ്യും. നമ്മൾ ആ ഒരു എംപ്ലോയിനെ കുറിച്ചുള്ള റെഫറൻസും കാര്യങ്ങളും തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് ഹയറിംഗ് ഡിസിഷൻ എടുക്കുക. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് എവിടെയാണ്? ഹയറിംഗ് ഡിസിഷനിലാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോ ഒരു ആപ്ലിക്കന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന 6 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് എന്താണ്? ഹയറിംഗ് ഡിസിഷൻ ആണ്. ഓക്കെ, നമ്മൾ നോക്കിയത് പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രിലിമിനറി ഇന്റർവ്യൂയുടെ ടൈമിൽ ജസ്റ്റ് ആപ്ലിക്കന്റ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? നമ്മളവിടെ വന്ന് ഇതിന്റെ നോളജും അതേപോലെ സ്കില്ലും എക്സ്പീരിയൻസും സാലറി എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഓർഗനൈസേഷൻ അറ്റ് ടൈം തന്നെ റിജക്ട് ചെയ്യണോ സെലക്ട് ചെയ്യണോ തീരുമാനിക്കാനായിട്ട് പറ്റും. ഒരു ഫേസ് ടു ഫേസ് മെത്തേഡാണ് ഇത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കുറച്ചുകൂടി നമ്മുടെ ടൈമും പോസ്റ്റ് ഒക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ ജസ്റ്റ് ഒരു നമ്മള് ഒരു ഇൻഫോർമൽ കറക്റ്റ് ഫോർമൽ രീതിയിലല്ല പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഇൻഫോർമൽ ഇതിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോം ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. പണ്ട് സാധാരണയായിട്ട് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ആപ്ലിക്കന്റ് തന്നെ ഹാൻഡ് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫോം ആണ് ഇത് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും അതിപ്പോ വേണമെങ്കിൽ ഓർഗനൈസേഷന് വെരിഫൈ ചെയ്യാനുള്ള റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആപ്ലിക്കേഷൻ ഫോമിൽ. അതേപോലെ നമ്മൾ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഫോമിന്റെ ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്റെ അറിവോട് കൂടിയാണ് എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിരിക്കണം. ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും ഫാക്ട് വസ്തുതാപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും ആപ്ലിക്കൻസിന് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും. ലീഗൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടും. അതേപോലെ ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ. നല്ല രീതിയിൽ നമുക്ക് ഒരു എഫക്റ്റീവ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം നോക്കുമ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഏകദേശ ധാരണ നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ഇന്റർവ്യൂ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെരിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. നമ്മൾ എവിടെയാണ് പഠിച്ചത്, ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് ഇയർ ആണ് പാസ് ഔട്ട് ചെയ്തത്, അതിന് മുമ്പ് ഏത് ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒന്ന് ഈ വെരിഫിക്കേഷൻ വരെ ഒന്ന് നോക്കൂ. പ്രിലിമിനറി ഇന്റർവ്യൂ ആൻഡ് ആപ്ലിക്കേഷൻ ഫോം അതിന്റെ പ്രോസസ്സും ഒന്ന് നോക്ക് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. 5 minutes കേട്ടോ.
റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. റീഡ് ചെയ്തു. ഇനി കണ്ടന്റ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കാൻഡിഡേറ്റ്സിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കറസ്പോണ്ടന്റ് പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ്, സിംഗിൾ, അൺമാരീഡ്, പിന്നെ ഏത് സെക്സിൽ പെട്ടതാണ്, ഫീമെയിൽ ഓർ മെയിൽ, നാഷണാലിറ്റി, പാരന്റ്സിന്റെ നെയിം, ആനുവൽ ഇൻകം, നമ്പർ ഓഫ് ഡിപെൻഡൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. കാൻഡിഡേറ്റ്സ് ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചത്, സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, എത്ര നാളായിരുന്നു ആ ടൈം പീരീഡ്, ഏത്, അതുപോലെ മീഡിയം ഓഫ് സ്റ്റഡി ഏതാണ്, മാർക്ക്, റാങ്ക്, പിന്നെ സ്പോർട്സ്, ഡിസ്ലൈക്ക്, ലൈക്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദെൻ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കാൻഡിഡേറ്റ്സിന്റെ പാസ്റ്റ് ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. നമ്മള് ടൈപ്സ് ഓഫ് വർക്ക്, ഡ്യൂറേഷൻ ഓഫ് ദ ജോബ്, റീസൺ ഫോർ എക്സിസ്റ്റ് ഫ്രം ദ പ്രീവിയസ് ജോബ്, അതുപോലെ ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, പിന്നെ ലാസ്റ്റ് സാലറി പാക്കേജ്, ഇതെല്ലാം എന്ത് ചെയ്യാറുണ്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദെൻ സാലറി എന്ന് പറയുന്നത് ആപ്ലിക്കൻസിനോട് നമ്മുടെ എക്സ്പെക്ടഡ് സാലറി എത്രയാണ് എന്നുള്ളത് നമ്മൾ ഫിൽ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പിന്നെ പേഴ്സണൽ ഐറ്റംസ് ഉണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, അസോസിയേഷൻ മെമ്പർഷിപ്പ്, നമ്മുടെ ഏതെങ്കിലും ക്ലബുകളിലോ അങ്ങനെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, സ്പോർട്സ്, ഹോബീസ്, കാര്യങ്ങൾ പേഴ്സണൽ ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി റെഫറൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഫറൻസ്. റെഫറൻസിന് വേണ്ടിയിട്ട് പാസ്റ്റ് എംപ്ലോയറുടെ പേരോ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പാളിന്റെ പേരോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ദ നെയിം, അഡ്രസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ദ പേഴ്സൺ ഹു ക്യാൻ ബി കോൺടാക്റ്റഡ് ഫോർ റെഫറൻസ്. നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ആരെ കോൺടാക്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ നെയിമും അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും അടക്കം നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് സ്റ്റാൻഡർഡൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫിൽ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്സ് ടു എക്സ്ട്രാക്ട് വാല്യുബിൾ ഇൻഫർമേഷൻ. ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള വാല്യുബിൾ ഇൻഫർമേഷൻസ് കിട്ടും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പാരിസൺ പറ്റും, രണ്ട് ആപ്ലിക്കേഷൻ ഫോംസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫോമിന് റിജക്ട് ചെയ്യണോ, ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യണോ എന്നുള്ള തീരുമാനം അത് നമുക്ക് നോക്കാൻ പറ്റും. ആ ജോബ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കും. അതേപോലെ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് ആപ്ലിക്കന്റ് ഫോമില്. നിങ്ങൾ എവിടെ ആപ്ലിക്കന്റിനെ ചോദിക്കാലോ, പിന്നെ പേര് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ചെയ്യാം. നമ്മളൊരു ഇന്റർവ്യൂവിന് ചെയ്തപ്പോൾ നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇംപ്രഷൻ തോന്നും അല്ലെ. അപ്പൊ ആ ഒരു പേര് വിളിക്കുമ്പോൾ നമ്മളെ കുറിച്ച് അറിയാം, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുമ്പോൾ sometimes the firm designs certain application form very carelessly. എല്ലാ ഫോമുകളും നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, ഒരു കെയർലെസ്ലി ആപ്ലിക്കേഷൻ ഫോംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്.
Then few applicants are expert in give false information. കുറച്ച് ആപ്ലിക്കൻസ് മാത്രം ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും റെഫറൻസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഫോൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളത് നോക്കണം. പിന്നെ there can be possibility that the HR person face problem in assessing the information about the applicant that are mentioned in the application form. Application form-ൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാന്ന് പറയുന്ന HR പേഴ്സൺസിനെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മേ ബി അവർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ പിന്നെ അതേപോലെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ റീഡബിൾ ആവാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്കത് വായിക്കാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ആപ്ലിക്കേഷൻ ഫോം നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാരണം കുറച്ചും കൂടി ആപ്ലിക്കനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഏത് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അത് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞത്. ഇവിടെ വരെയായിരുന്നു. ഓർമ്മയില്ല. പേജ് നമ്പർ 31 വരെ പറഞ്ഞു. പേജ് നമ്പർ 31 വരെ പറഞ്ഞു. 31 എനിക്ക് തോന്നുന്നു ഡിസഡ്വാൻറ്റേജ് വരെയാണ് പറഞ്ഞത്. ഞാൻ സെലക്ഷൻ ടെസ്റ്റുകൾ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാവുന്നതാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് നമുക്ക് ഒന്ന് സെലക്ഷൻ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോവാം. നമുക്കറിയാം സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റും കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ ആണ്. ഒരു വ്യക്തിയുടെ നമ്മുടെ ബിഹേവിയറിനെ മെഷർ ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്. അതിന്റെ ബിഹേവിയർ മറ്റൊരു വ്യക്തിയുടെ ബിഹേവിയർ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ടെസ്റ്റ് ഈസ് എ സാമ്പിൾ ഓഫ് ആസ്പെക്ട് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറും പെർഫോമൻസും ആറ്റിറ്റ്യൂഡും വെരിഫൈ ചെയ്യുന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ചു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി അല്ലെ, അഭിരുചി ടെസ്റ്റ്. നിങ്ങൾ അഭിരുചി ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ നമുക്കതിലെ ഡിഫറെന്റ് ടൈപ്സ്, ഓരോ വ്യക്തിയുടെയും എന്താ പറയാ ടെസ്റ്റ് ഡിസൈൻ ഫോർ ഇവാലുവേറ്റിംഗ് ഗ്രോത്ത് ലെവൽ അച്ചീവ്ഡ് ബൈ somewhat similar and clearly stated capabilities. അപ്പൊ ഓരോ വ്യക്തിയുടെയും എന്താണ് അഭിരുചി, അവർ എത്ര കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്, അവരുടെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ എബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് വെരിഫൈ ചെയ്യുന്നത്. ഈ ഇന്റലക്ച്വൽ എബിലിറ്റി പറയുന്നുണ്ട്. ഇന്റലിജൻസും കാര്യങ്ങളും മെന്റൽ ടാസ്ക്, റീസണിങ്, കോംപ്രിഹെൻഷൻ, ജഡ്ജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്, നമ്മൾ ആ ഒരു വ്യക്തിക്ക് മെക്കാനിക്കൽ എബിലിറ്റി എങ്ങനെയാണ്, ആ ഒരു മെഷീൻസ് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിക്കൽ എബിലിറ്റീസ് കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഈ നേവിയിൽ, ആർമിയിൽ, എയർഫോഴ്സിലൊക്കെ ഉള്ളവർക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യാറ്. സൈക്കോമോട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ജോബുകൾ സൈക്കോമോട്ടർ എനർജി എബിലിറ്റി കൂടുതൽ വേണ്ട ജോബുകളുണ്ട്. ഫോഴ്സ്, പോലീസ്, ഫയർഫോഴ്സ് റിലേറ്റഡ് ജോബുകൾ. സോ നമ്മൾ അവിടെ സൈക്കോമോട്ടോർ എബിലിറ്റി, നമ്മുടെ ശാരീരിക ക്ഷമത ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പം അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകളും കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് ഓക്കെ ആണോ, അവരെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കും. നമ്മൾ ആ വർക്ക് ആക്ടിവിറ്റി എന്ത് ചെയ്തോ ചെയ്യിപ്പിച്ച് നോക്കും, അതിൽ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്ലറിക്കൽ ജോബ്, കാഷ്യർ, വെയർ ഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫിനൊക്കെ ഈ ഒരു ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ടെസ്റ്റിംഗ് മെനി ഇൻക്ലൂഡിംഗ് സ്പെല്ലിങ്സ്, കോപ്പിംഗ്, കമ്പ്യൂട്ടേഷൻ, വേർഡ് മെഷേഴ്സ്, കോംപ്രിഹെൻഷനും കാര്യങ്ങളൊക്കെയാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ് ആൻഡ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്താ പറയാ ഇന്റലിജൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിന് വേണ്ട ടെസ്റ്റ് ആണ്. നമ്മളിപ്പോ PSCയുടെ എക്സാം അറിയാലോ, നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. PSCയുടെ റീസണിംഗ്, കോംപ്രിഹെൻഷൻ, ജഡ്ജ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സോ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ
ചില ജോബുകൾക്ക് മെക്കാനിക്കൽ എബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആർമി, നേവി, എയർഫോഴ്സ് പോലുള്ള ജോബുകൾക്ക് നമ്മൾ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശാരീരിക ക്ഷമതയുടെ പരിശോധന ടെസ്റ്റുകളാണ്. സോ PSCയുടെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ സാധാരണ എക്സാമ്പിൾക്കൊന്നും എന്താണ് സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ ഉണ്ടാവില്ല. ബട്ട് എയർഫോഴ്സിലേക്ക് വരുന്ന എക്സാമ്പിൾ എന്താ പറയാ, പോലീസ്, ഫയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് വരുമ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകളിലേക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. 1 മിനിറ്റ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി, ഇത്രയും വരെയും ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയും ഒന്ന് റീഡ് ചെയ്തേ. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റീഡ് ചെയ്തോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ മെയിൻലി നമ്മൾ 2 ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ജോബ് നോളജ് ടെസ്റ്റ്, ആ ജോബ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് നോളജ് ഉണ്ടോ വെച്ചാൽ ഇവാലുവേറ്റ് ഇൻഡിവിജ്വൽ നോളജ് ലെവൽ, ആ ജോബ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ നോളജ് ലെവൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത് ജൂനിയർ അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ് കേസിലാണെങ്കിൽ ഇപ്പോ അക്കൗണ്ടന്റ് ജോബ് ചെയ്യാൻ അധികം കേപ്പബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യാണ്. ദെൻ വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യേണ്ട വർക്ക്, ആ വർക്കിന്റെ തന്നെ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇന്റർവ്യൂ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് തന്നെ കൊടുക്കും, ഇത് അവരെ കൊണ്ട് അത് വർക്ക് ചെയ്യിപ്പിക്കും. അതാണ് വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ ടെസ്റ്റിൽ വരുന്ന മെയിൻ ആയിട്ട് 2 ടെസ്റ്റുകളാണ്, ജോബ് നോളജ് ടെസ്റ്റ് ആൻഡ് വർക്ക് സാമ്പിൾ ടെസ്റ്റ്. ജോബ് നോളജ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ആ ജോബ് ചെയ്യാൻ അദ്ദേഹത്തിന് നോളജും കാര്യങ്ങളും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ വർക്കിന്റെ തന്നെ ഒരു സാമ്പിൾ നമ്മൾ ആ കാൻഡിഡേറ്റ്സിന് കൊടുക്കും, അദ്ദേഹം അത് വെരിഫൈ ചെയ്യും. അതിപ്പോ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോബ് നോളജ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു നോളജിനെ കുറിച്ചിട്ട് ലെക്ചറിനെ പോസ്റ്റിലേക്കാണെങ്കിൽ ആ ലെക്ചർക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്തോരം നോളജും കാര്യങ്ങളും ഉണ്ടെന്ന് വെരിഫൈ ചെയ്യും. ഇനി വർക്ക് സാമ്പിൾ ടെസ്റ്റിന്റെ കേസിലാണെങ്കിൽ ആ ലെക്ചറിനോട് നമ്മൾ എന്ത് പറയും,
ഒരു ക്ലാസ് എടുക്കുക, ബാച്ചിന്റെ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അവരെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനം. ഓക്കെ, ഇനി സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ്. സിറ്റുവേഷണൽ ടെസ്റ്റ് രണ്ടായിട്ടാണ് പറയുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻ ബാസ്കറ്റ്. ഗ്രൂപ്പ് ഡിസ്കഷൻ അറിയാതെ നമ്മൾ ടോപ്പിക് കൊടുത്തിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അവിടെ അവരുടേതായ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നു, അവരുടെ കാൻഡിഡേറ്റ്സ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അവരുടേതായ മീനിങ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഷെയർ ചെയ്തു. ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കോർഡിനേഷൻ ആൻഡ് കൺക്ലൂഡിംഗ് സ്കിൽസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ദെൻ ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് ആണ്. ആക്ച്വൽ ലെറ്റേഴ്സും സെൽഫോൺ, നമ്മള് ഈ എന്താ പറയാ കോൾ സെന്ററിലൊക്കെ ജോബിന് വേണ്ടി പോകുമ്പോൾ, നമ്മൾ കോൾ സെന്ററുകൾ ഉണ്ടല്ലോ, അവിടെ ജോബിന് വേണ്ടി പോകുമ്പോൾ ഈ കോൾ സെന്ററിലൊക്കെ അതേ സെയിം ആക്ച്വൽ കോളുകൾ നമുക്ക് എന്ത് ചെയ്യും, അവർ തരും, ഹാൻഡിൽ ചെയ്യും. നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മളത് അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. അതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. ഓരോ വ്യക്തിയുടെയും ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്സും ഡിസ്ലൈക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഓരോ വ്യക്തിയുടെയും സെൽഫ് കോൺഫിഡൻസ്, സ്കില്ല്, ഇമോഷണൽ കൺട്രോള്, ഹെൽപ്ഫുൾനെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ മെന്റൽ എബിലിറ്റി, ഇൻഡിപെൻഡൻസ്, സബ്മിഷൻ, സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ എന്താ പറയാ സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ വ്യക്തിക്ക് നെർവസ്നെസ്, കോൺഫ്ലിക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതേപോലെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രൊജക്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. മേ ബി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെൻഷനും കാര്യങ്ങളും നമുക്ക് തന്നെ നമ്മളോട് പെട്ടെന്ന് അവർ ചൂടാവുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ശരിക്കും അൺറീസണബിളി നമ്മളോടൊരു വാഗ്വാദത്തിലേക്കൊക്കെ വരും. അത് ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് ടെസ്റ്റ് ആണ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണത്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നായിരിക്കും നമ്മളോട് വാഗ്വാദങ്ങളിലേക്കൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് പറഞ്ഞത്. അതിൽ മെയിൻലി പഠിക്കാനുള്ളത് ജോബ് നോളജ് ടെസ്റ്റ് നന്നായിട്ട് നോക്കാം, സൈക്കോമോട്ടർ ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ഈ ടെസ്റ്റുകളും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കോ. ഈ പറഞ്ഞ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
ഓക്കെ, നിങ്ങൾ ടെസ്റ്റുകൾ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. അതിൽ ഏതെങ്കിലും ടെസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഒന്നുകൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ടെസ്റ്റ് നന്നായിട്ടൊന്ന് റീഡ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ടെസ്റ്റിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഡൗട്ട്സ് ഒന്നുമില്ല? സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ ലൈഫ് കണ്ടീഷൻ, ഒരു പ്രാക്ടിക്കൽ ലൈഫ് കണ്ടീഷൻ ആയിരിക്കും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ തരുന്നത്. സോ ആ സമയത്ത് നമ്മളുടെ നാച്ചുറൽ റെസ്പോൺസും കാര്യങ്ങളും അവർ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അവരെന്ത് ചെയ്യും, കൊണ്ടുവരും. ഇപ്പൊ നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് അതിന്റെ ത്രെഡ് തരുന്ന രീതിയിലൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അവർ കൊണ്ടുവരികയും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ സമയത്ത് നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അവർ ഒബ്സർവ് ചെയ്യും. അപ്പൊ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നോക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Situation tests are designed so that the person's natural response can be observed in real life condition. ഒരു സിറ്റുവേഷൻ ടെസ്റ്റ് എന്തിനാ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ നാച്ചുറൽ റെസ്പോൺസ് ആ റിയൽ ലൈഫ് കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എന്ന് മനസ്സിലാക്കാനാണ് സിറ്റുവേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. These tests are based on the assumption of locating people into partial situation and observing the reaction in order to learn how the people responds to that particular situation. എന്തിനാണ് ഇങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഓരോ വ്യക്തിയുടെയും റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. This test expose individual frustration. നമുക്ക് പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കും, ഒരു ഫ്രസ്ട്രേറ്റ് ആവുന്ന രീതിയിൽ സംസാരിക്കും. എക്സൈറ്റ്മെന്റ്സ്, സ്ട്രെസ് കാര്യങ്ങൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ്, monotony or some other situation so as to exhibit their personality traits. അവരുടെ പേഴ്സണാലിറ്റിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കസ്റ്റമർ ഹാൻഡിലൊക്കെ വരുമ്പോ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ വരുമ്പോൾ സിറ്റുവേഷൻ ടെസ്റ്റ് ആണ് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇത് സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് സിറ്റുവേഷൻ ടെസ്റ്റ് ആണ് വരുന്നത്. ഒന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ടോപ്പിക് കൊടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായ സ്കിൽസ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കും. ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള സെൽഫോൺസ് കോളുകൾ അല്ലെങ്കിൽ ആക്ച്വൽ ലെറ്റേഴ്സിനോട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയും. കാൻഡിഡേറ്റ്സിനോട് എന്ത് ചെയ്യാൻ പറയും, ഈ ലെറ്റേഴ്സും സെൽഫോണും ടെലഗ്രാഫിക് മെസ്സേജ് ഒക്കെ നമുക്ക് തന്നിട്ട് നമ്മളോട് അതിന് എന്താണ് റിപ്ലൈ ചെയ്യാനായിട്ട് അവർ പറയും. ഇങ്ങനെ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Candidate must use in basket information to make a decision based on the requirements outlined in the message. ആ മെസ്സേജ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും വരും, നമ്മുടേതായ രീതിയിൽ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഈ കോൾ സെന്റേഴ്സിന്റെ കേസ് ഞാൻ പറഞ്ഞത് ഇൻ ബാസ്കറ്റ് ടെസ്റ്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു നമുക്ക് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു മാസം ട്രെയിനിങ് പീരീഡ് ആയിട്ട് നമുക്ക് തരും. ആ ഒരു മാസം നമ്മൾ ഇതേപോലത്തെ ആക്ച്വൽ കോളുകളൊക്കെ ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിന്റെ റെസ്പോൺസും കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. ദെൻ അത് വെരിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യണോ വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കേടാ, ദെൻ ബാക്കിയുള്ള ടെസ്റ്റ് മനസ്സിലായി എല്ലാവർക്കും?
ഓക്കെ, Geenu, Grishma, Nayana. Okay. Then നമ്മള് ഇതിന്റെ അഡ്വാൻറ്റേജ് ചൂസിങ് ദ ടെസ്റ്റ് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് മാത്രമാണ് നോക്കുന്നത്. ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്ടിവിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. അത് ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കറക്റ്റ് ആണോ, നമുക്കത് ഇത്രയും ടെസ്റ്റും കാര്യങ്ങളും നമുക്ക് ഇത്രയും ടെസ്റ്റും കാര്യങ്ങളും ഉള്ളത് എന്താണ്, ഇതെല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ടൈപ്സ് ഓഫ് ടെസ്റ്റും കാര്യങ്ങളും ഇന്റർവ്യൂ അല്ലെങ്കിൽ സെലക്ഷനിലുള്ളത്. സോ ഒബ്ജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, റിയലബിൾ ആണോ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, വാലിഡിറ്റി ഉണ്ടോ, വാല്യുബിൾ ആണോ. അതേപോലെ തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും വേണം. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവും. നമ്മളുടെ ജോബിന് ആ ഒരു ടെസ്റ്റ് സ്യൂട്ടബിൾ ആണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ആ ടെസ്റ്റിന്റെ ഒബ്ജക്ടിവിറ്റി, അതിന്റെ യൂട്ടിലിറ്റി, റിയലബിലിറ്റി, വാലിഡിറ്റി, പ്രിപ്പറേഷൻ ആൻഡ് സ്യൂട്ടബിലിറ്റി നമ്മൾ നോക്കണം. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് റിയലബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ്, നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. PSC എക്സാം നടത്തി ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ജോബിലേക്ക് നമ്മൾ പ്ലേസ്ഡ് ആകുമ്പോൾ റിയലബിൾ ആണ്, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരു ഐഡിയ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ളത്. 1 lakh അല്ലെങ്കിൽ 2 lakh കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ ലാർജ് ഗ്രൂപ്പ്സിൽ ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്നുള്ളത്. പ്രെഡിക്റ്റ് റോൾ ഓഫ് ഇൻടാൻജിബിൾ ടാലന്റ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ഇൻടാൻജിബിൾ ആയിട്ടുള്ള, അവർക്ക് കാണാൻ ടാൻജിബിൾ അല്ലാത്ത ടാലൻസ് വരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്, ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗോൾ എന്താണെന്നുള്ളതും അതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും നമ്മുടെ സ്പെസിഫിക് ആയിരിക്കും. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ, നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഒരു എംപ്ലോയിക്ക് ജോബ് കൊടുത്തത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് കാണിക്കാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റാങ്ക് ആണ് അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജോബ് അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് ആണ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോൾ ഗ്രൂപ്പ്സ്. ഇപ്പൊ 2 or 3 എംപ്ലോയീസ് മാത്രമുള്ളെങ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് കാര്യമില്ല. ആ ഒരു എംപ്ലോയീസിന് നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താൽ മതി. cannot always predict work performance. ഇപ്പൊ നല്ല രീതിയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് എക്സാമിനൊക്കെ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രാക്ടിക്കൽ സ്കിൽസ് കുറവായിരിക്കും. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല, വർക്ക് പെർഫോമൻസ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്യാൻ ബി മെഷർഡ് ഓൺലി ആസ് എ സപ്ലിമെന്റ്, നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ സപ്ലിമെന്റ് മാത്രമായിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റാം. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി, ഒരു പ്രീ പ്ലാൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾറെഡി ഇന്ന ദിവസം നമ്മള് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു, മേബി അന്നത്തെ ദിവസം എംപ്ലോയീസ് കാൻഡിഡേറ്റ്സ് വരാൻ പറ്റില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ, ഇനി ചില കേസുകളിൽ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾക്ക് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാറുണ്ട് ചില ടെസ്റ്റുകളിൽ. സോ അത് ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞത്. നിങ്ങൾ പോയിന്റ്സ് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ആ ഒരു പോയിന്റ് എടുക്കുമ്പോൾ അതിൽ റിലേറ്റ് ചെയ്യുന്ന പോയിന്റ്സും കാര്യങ്ങളും മനസ്സിലാക്കുക. കാരണം അതേപോലെ ലോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹെഡിങ് കാര്യങ്ങളും മീനിങ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ഇന്റർവ്യൂ മുതൽ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ട്. സെലക്ഷൻ ഇന്റർവ്യൂവിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നല്ലതായിട്ട് വായിക്കുക. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ വേണം. ദെൻ റെഫറൻസ് ചെക്ക്, അല്ലെ റെഫറൻസ് ചെക്ക് വരെ നോക്കുക കേട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് റെഫറൻസ് ചെക്ക് വരെ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ റെഫറൻസ് ചെക്ക് വരെ നോക്കിയിട്ട് വേണം വരാനായിട്ട്. റെഫറൻസ് ചെക്കിന്റെ മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് വരെ നോക്കിയിട്ട് വേണം വരാൻ. നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. നമുക്ക് ടൈം ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അന്ന് വരുമ്പോൾ ചോദിക്കാനായിട്ട്. ചിലപ്പോൾ ഞാൻ അടുത്ത പോർഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞില്ലേ, അതായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോ എന്നിരുന്നാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 minutes-ഓ 15 minutes ഉള്ളപ്പോൾ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈം ഞാൻ അലോ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാവുന്നതാണ്. ഓക്കെ.
ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നോട്ട് ചെയ്ത് വരാം. ഇന്ന ഡൗട്ട്സുകൾ ഉണ്ടെന്ന് നോട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, എല്ലാ മിസ്സുമാരുടെ പോർഷൻസ് ഒക്കെ തീരാറായോ? ബാക്കി മിസ്സിന്റെ തീരാനുണ്ട്. തീരാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിലെ നെക്സ്റ്റ് ട്യൂസ്ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞേക്കും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന്. നെക്സ്റ്റ് ട്യൂസ്ഡേ വേറൊരു പോർഷൻ ആണ്, റിവിഷൻ അല്ല, റിവിഷൻ ക്ലാസ് ആണെന്നും പറഞ്ഞ് സ്കിപ്പ് ഒന്നും ചെയ്യണ്ടെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. ഇന്നെടുത്ത പോർഷൻ നന്നായിട്ടൊന്ന് നോക്കാം. പിന്നെ ഫസ്റ്റ് ഓക്കെ നമ്മളുടെ ഏതാണ് ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. Okay, thank you, ma'am. Thank you, miss.